ഈ മാനം നോക്കി വേഗം വേഗം തിന്നൂടെ വേഗം നോക്കി നിൽക്കാതെ കുറെ പേരെ പോവാതെ ഇത് നല്ല തമാശ. ഇതാതെ ഇപ്പൊ ആരാണ് ഈ വർത്തമാനക്കാരന്? അയ്യോ അന്റെ ഭാഷ ആരും മനസ്സിലാവോ? ഭാഷയ്ക്ക് മനസ്സിലാവും എന്റെ ഭാഷക്കും മനസ്സിലാവും. ഇത് നല്ല തമാശ. ഈ മനുഷ്യന്മാരോട് സംസാരിക്കുന്നതിനോട് നല്ലേ ആരോടാണോ അതിന് രുചിയും അത് ശരി. അപ്പൊ എല്ലാ ഭാഷയും എല്ലാ മനുഷ്യരുടെ ഭാഷ മനസ്സിലാവും. എല്ലാ ഭാഷ ഈ നാട്ടുകാരുടെ ഭാഷ മുഴുവനായി മനസ്സിലാവും. പക്ഷെ എനിക്ക് ആകെ രണ്ടാളെ ഭാഷ എനിക്ക് മനസ്സിലാവും. ഒന്ന് നമ്മൾ നിസ്കാരം കഴിഞ്ഞാല് ആ ടി വി തുറന്നു കഴിഞ്ഞാലോ ഒരു കൂട്ടൊന്നും നോക്കാതെ കൊട്ടക്കരയല്ലോ ഒന്ന് പറയാനായിട്ട് വായ കൊടുക്കണം. ഓരോ ഭാഷ അതുപോലെ പറമ്പത്തെ ചാറിന് മാറിയോ ചെങ്ങായി ഇതിന്റെ പുറത്ത് ഞാൻ ചാടിക്കുന്നത് ഓരോ ഭാഷയായി അറിയും. ഞാനേ അഞ്ച് നിസ്കാരത്തിൽ പറയാൻ പടച്ച തമ്പുരാനെ ഇന്റെ ആടിന് ഓരോ രണ്ടാളെ ഭാഷ മനസ്സിലാവരുതേന്ന്. അത് ശരിയാണ്. തുടങ്ങിയ ഒരു മഴക്കാറാണിത്. അതിങ്ങനെ ഉരുണ്ട് കൂടി നിൽക്കുന്നത് പെയ്തു നടക്കുന്നു. ഇത് പെയ്യേ എപ്പോഴാ മഴക്കാറ? ഇതാണ് എപ്പോ തുടങ്ങിയ മഴക്കാറ? ഇത് പെയ്യണ്ടത്ര മതിയത്. അപ്പൊ അനക്ക് മഴയോടും സൂര്യനോടും ചന്ദ്രനോടും ഒക്കെ സംസാരിക്കാം. ഞാൻ ആ മുണ്ടാപ്രാണിയോട് സംസാരിച്ചപ്പോ നമുക്ക് വലിയ ഭൂമിയിലായിരുന്നല്ലോ ഓടിയോണ്ട്. അത് ശരി, അങ്ങനെ ഉദ്ദേശിച്ചാണല്ലേ? അല്ല അല്ല പോകാൻ കുട്ടിയ അന്നോട് ഞാൻ ചോദിക്കണമെന്ന് പലപ്പോഴും വിചാരിച്ചാണ്. സത്യത്തിൽ ഇത് നേര് പറയില്ല. അത് നല്ല തമാശ. എന്റെ കായ് ശരിക്ക് പറ്റിയില്ല. നാട്ടുകാരും കേക്കട്ടെ. ഇവിടെ ഭാര്യ ദാശാനിക്ക് ഈ വയസ്സായ കാലത്തൊരു തൂതി ഈ വയസ്സാകാലത്തോ വേഗം പറയണം. ഇത്രയും നാട്ടറ മുമ്പ് ഓളിനോട് ചോദിക്കണേ ഓളിനോട് ചോദിക്കണേ ഇതൊക്കെ മറിയാനറിയോന്ന്. ഞാൻ കേട്ട പാതി കേൾക്കാത്ത പാതി നിന്ന നിപ്പിൽ ഒന്നാട് മലക്കം പറഞ്ഞാണ് കുത്തി കാല് പടം പറഞ്ഞു. ചെങ്ങായി ആ മറിയാന്നല്ല ചോദിച്ചത്. അതെനിക്ക് പിന്നല്ല മനസ്സിലായത്. ഓടും നമ്മുടെ പോർക്കരാജിന്റെ ഭാര്യ മറിയാനറിയോന്നാണ് ചോദിച്ചത്. ആടിന് തിന്നാൻ കൊടുക്കാൻ നോക്കി സന്ധ്യ ആവുമ്പോൾ ഇവിടുത്തെ വീട്ടുകാർക്കൊക്കെ പാൽ കൊടുക്കാനുള്ളത്. ഇത് നല്ല ഞാൻ പറഞ്ഞേ. അല്ല ബീരനെ അന്റെ ഒരു ചിത്രവും ഒരു ആടും ഒക്കെ ആയിട്ടുള്ള ഒരു പോസ്റ്റർ കോട്ടപ്പടി മാരവശാലന്റെ അവിടെയും കോട്ടക്കൽ അങ്ങാടിയിലൊക്കെ കണ്ടല്ലോ. എന്താ ഞാനറിയാതെ സിനിമയിലൊക്കെ അഭിനയിച്ച ഞാൻ കണ്ടതാണത്. ആടിന്റെ ഫോട്ടോ അതാ സിനിമാ നാടക സുകുമാരല്ലേ ഓന്റെ ചെക്കൻ്റെ എന്തിട്ട് രാജ് ഓന്റെതാണ് പൃഥ്വിരാജോട് ഓന്റെ പോസ്റ്ററിന് അല്ലല്ലേ. എന്താ ഇത് കഥ എന്താണപ്പോ? അതെ ഓൻ അവിടെ എന്തോ ഗൾഫിലൊക്കെ പോയിട്ട് ആറ് വളർത്തൊക്കെ തൊട്ട് കുടുങ്ങാനുള്ള അതിന്റെ ഒരു കഥ ഗൾഫില് നമ്മൾ പോയ പണ്ട് പഴയ കാലത്ത് നമ്മളൊന്നും അങ്ങോട്ട് പറഞ്ഞതല്ലേ. കേട്ടോ നാട്ടുകാരെ, ഞാനും 3ാം ക്ലാസ് വരെങ്കിലും പോയിട്ടുണ്ട്. ഈ വീരാൻ സ്കൂളിന്റെ വരാത്ത കേട്ടിട്ടില്ല. എവിടെ ഓടി സർട്ടിഫിക്കറ്റ്
എനിക്ക് സ്കൂളിലത്തെ ഒരു ചെറിയ സർട്ടിഫിക്കറ്റ് എങ്കിലും ഉണ്ട്. അതുകൊണ്ട് എനിക്ക് പാസ്പോർട്ടും കാര്യങ്ങളൊക്കെ കിട്ടി വരോ. ആ കഥ ഒന്നങ്ങോട്ട് പറഞ്ഞോട്ടാ, സൗമ്യായിട്ടൊന്നത് പറഞ്ഞോട്ടെ. നാട്ടുകാരൊക്കെ ഒന്ന് അറിയട്ടെ, ആ കാലത്ത് നമ്മളെ മലപ്പുറം ജില്ലയിൽ നിന്ന് ആൾക്കാർ എങ്ങനെയാണ് ഗൾഫിക്ക് പറന്നതെന്ന് എല്ലാരും ഒന്ന് അറിയട്ടോ. എന്നോട് പറയാ, അത് ആലോചിച്ചാൽ ഇപ്പോൾ എന്റെ കണ്ണിൽ വെള്ളം ഇങ്ങനെ എന്താ വെച്ചാല് അക്കന്റെ പാസ്പോർട്ടൊക്കെ ശരിയായല്ലോ, നമുക്ക് സർട്ടിഫിക്കറ്റ് ഉണ്ട്, നമുക്കത് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഇല്ലല്ലോ, ഒന്നുമില്ല. അങ്ങനത്തെ കാലത്ത് നമുക്കറിയാലോ, പാസ്പോർട്ട് എടുക്കണം വെച്ചാല് ഒന്നുകിൽ ഇന്ന് ഇടിച്ചിട്ട് വേണം, അല്ലായെങ്കിൽ സർട്ടിഫിക്കറ്റ് വേണം. ഇത് രണ്ടും നമ്മളാ ചെയ്യില്ല, അത് നമുക്കൊരു പേടി കൊടുക്കാൻ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്റെ ബാപ്പ മയ്യത്താവുന്ന ടൈമിൽ ബാപ്പ എന്നോട് പറയുന്നത്, തീരാനേ ഇവിടെ വന്നാൽ അതിന് ചെന്നു നമ്മളെ തകരപ്പെട്ടിന്റെ അടിയിലൊരു റെസീറ്റ് ഉണ്ട്, അത് കളയാൻ കിട്ടും മോനേന്ന്. ബാപ്പൻ കണ്ണടുത്ത വഴിയാൽ എന്നോട് പറയാം, മണ്ടായി ചെന്നിട്ട് ആ തകരപ്പെട്ടി തുറന്നു നോക്കുമ്പോ അതിന്റെ അടിയിലാ നമ്മളെ തെക്കേ പാടത്തും പടിഞ്ഞാറ് പാടത്തൊക്കെ ഉള്ള ആ പാടല്ലേ, അതൊക്കെ നമുക്ക് ഈ കഥ കിട്ടാണ് എന്നോട് ഞാൻ പറഞ്ഞത്. ഈ നാട്ടുകാരോട് അതൊക്കെ ഒന്ന് പറഞ്ഞെടുക്കുന്നത് അത് ഞാൻ നീ പറഞ്ഞ നാട്ടുകാരാണ്. അങ്ങനെ ഞാൻ ഈ നികുതിച്ചീട്ടുമായിട്ട് അങ്ങനെ ചെന്ന് പതുക്കെ പാസ്പോർട്ടാണ് തരാക്കി. പാസ്പോർട്ട് തരാക്കിയപ്പോ അതിന് തീരൂലല്ലോ, പിന്നെ പറക്കണച്ച കായ് വേറെയും വേണം. പിന്നെ ഈ നികുതിച്ചീട്ട് കിട്ടിയത് ഞങ്ങൾക്കറിയോ, പാപ്പനോട് പറഞ്ഞിട്ടുണ്ട്. അന്നേ നമ്മളവിടുത്തെ മുഖ്യമന്ത്രി ഇല്ലേ കിട്ടിയപ്പോഴാണ് നമുക്ക് ആ പണ്ട് മുന്നിൽ നമ്മൾ വിളക്കിങ്ങനെ പണ്ടത്തിന്റെ ആധാരമൊക്കെ കിട്ടിയില്ല. അങ്ങനെ ഞാൻ ആ ആധാരം പതുക്കെ എടുത്തുകൊണ്ട് ബാങ്കിലാണ് വെച്ചു. എന്നിട്ടാണ് നാട്ടുകാരെ ഞാൻ 10 മുക്കാലിലാക്കി ഗൾഫ് പോയി. പക്ഷെ വേറെ കാര്യമില്ലേ, അത് നമ്മളെ കേരളത്തിലുള്ള ആൾക്കാർക്ക് മാത്രമേ കിട്ടിയുള്ളൂ. അതുകൊണ്ട് ഗൾഫിക്ക് നല്ല ചാൻസ് ആയിരുന്നു. ഒരു വിദ്യാഭ്യാസം ഇല്ലാത്ത ഇനി അടക്കം കൊണ്ടുപോയില്ലല്ലോ. അതെ, മഹാരാഷ്ട്രയിൽ പറഞ്ഞു, ബംഗാളിലൊന്നും ഇതില്ലല്ലോ, അവിടെ നിങ്ങൾക്ക് ഒരു ഭരണം ഉണ്ടായിട്ടില്ല. കാര്യം ഇപ്പോ ആൾക്കാർക്കൊരു ധാരണ ഉണ്ടായിരുന്നു, ഒന്നിങ്ങനെ മലപ്പുറം ജില്ലയിൽ നിന്ന് ഇങ്ങനെ ഗൾഫിക്ക് അങ്ങോട്ട് പറഞ്ഞിട്ട് അവിടുന്ന് വാരിക്കോട് ഇങ്ങനെ കൊണ്ടുവന്നുണ്ടാക്കിയ മുതലോടാണ്. അതല്ല, അതിനൊക്കെ ഒരു കാരണം ഉണ്ടായിരുന്നു, എങ്ങനെ പോകാൻ പറ്റി, അതിനാര് കാരണക്കാരനായി വിചാരിക്കുമ്പോ ഇപ്പോഴും ആ സാവിനെങ്ങനെ സ്കിനാവുകയാണ്. അയാൾ ഇല്ലായെങ്കിൽ നമ്മളൊക്കെ കഥ എന്താണോ, പണി തുറന്നെടുക്കാൻ പറ്റി ഇപ്പൊ ഈ ഒരു കാര്യം ഇതിന് വേണ്ടതൊക്കെ കൊടുത്തിട്ട് മഴയും വരുന്നുണ്ട്, വേഗം നാട്ടുകാർക്കുള്ള പാലപ്പൊന്നുകൊണ്ട് കറന്നുണ്ട. ഒരുപാട് തിരിഞ്ഞ് പാൽ കൊടുക്കാൻ ലക്ഷ്മിയൊക്കെ സമയം മാറ്റിയാൽ പിന്നെ ആ കള്ളൊരു തൊഴിലും വരില്ല. ഞാൻ പഠിച്ചുണ്ടാവാൻ നോക്കാം. ചെറുക്കന്മാരിങ്ങനെ പറയും, നിങ്ങൾക്ക് ആ ആടിനെ വിറ്റ് ഒഴിവാക്കിക്കൂടെ, അതിനെങ്ങനെയാ വിറ്റ് ഒഴിവാക്കാം? ഇപ്പൊ ഞാൻ എന്നോട് പറയാൻ നിൽക്കുന്നു, അനക്ക് അത്യാവശ്യം സാമ്പത്തിക കാര്യങ്ങളൊക്കെ ഉള്ളതിനോടോ, പിന്നെ എന്തിനൊക്കെ ഇതിനും വളർത്തി പഴയ വന്നപ്പോ വച്ച് വിളിച്ചിട്ട് വന്നൊക്കെയാണോ? ഇങ്ങനെ കാണാം, എനിക്ക് കുറച്ച് ആരാധകരുണ്ട്, ആയിക്കോട്ടെ കുറച്ചൊരു മാറി. പ്രഭാത വിശേഷം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത് ഈ കോരിച്ചൊരിയുന്ന മഴ തന്റെ ആടിനെ സംരക്ഷിക്കാൻ പെടാപാടുപെടുന്ന ആ വ്യക്തിയെ നമുക്കൊന്ന് പരിചയപ്പെടാം. അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്, അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്താ നിങ്ങളുടെ പേര്? പേര് പറയാം. എന്താ നിങ്ങളുടെ പേര്? ഈരൻ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഈ പറ്റി ഉപദ്രവിക്കുന്നു, അതിന് കുട്ടികളെ കഴിക്കുക, അല്ലെങ്കിൽ പിന്നെ മറ്റു കൊല്ലങ്ങളെ കഴിക്കുക, ആ കാര്യങ്ങളൊന്നും ചെയ്യണോ? ഇതിനെ കുട്ടികളോടാണ് ഇങ്ങനെ പേര്
അത് പാടിപ്പിക്കലും ആരെങ്കിലും പറഞ്ഞാൽ ആ ആള് പട്ടിയാണെന്ന് പറഞ്ഞാൽ അതാണ് ഓക്കെ എന്താ ഒരു പഠിക്കുന്ന ആൾക്കാർ അല്ല ഒരു തവണ 100 വട്ടം പറഞ്ഞത് അത് വിശ്വസിക്കാൻ ആൾക്കാരില്ല ഇതാണ് നമ്മുടെ അതല്ല ഒരു തവണ എത്ര പറഞ്ഞാലും അത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ട് സത്യം വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് വേണ്ട കുറെ ആൾക്കാരൊന്നും ഉണ്ടാകുന്നില്ലല്ലോ എന്ത് പറഞ്ഞാലും ഒരു കുഴപ്പമില്ല വിശ്വസിക്കണില്ല അവിശ്വസിക്കണില്ല ഇത് എന്ത് ഈ കണ്ട നാട്ടുകാർക്ക് മുഴുവൻ ഈ വൈകുന്നേരമാകുമ്പോ അതിന് വീട്ടിൽ അതിന്റെ കണ്ണ് പാല് കൊടുക്കുന്നതല്ലേ അതിനാണോ എന്താണ് നമ്മുടെ വർക്കുകാര് അത് പറ്റിയാണെന്ന് പറഞ്ഞത് അതും പറയാം അല്ല ഇത് നല്ല പോയാൽ മതി ഇതല്ല കേരള പുലിക്കുട്ടിയെ വളർത്തിയ ബാലന്റെ കഥ അതുമായി ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നു.
മരിച്ചു രമണിയെ ആ ചന്ദനമഴയുടെ സമയാവുമ്പോ ഇടാൻ മറക്കല്ലേട്ടോ രാമപ്രതിജ്ഞ കേട്ടൊരു കൈകേയും രാമനോടാശു ചൊല്ലിനാളാര ഇന്നലെ അമ്മായിയമ്മയും മരുവളും ഭയങ്കര തല്ലായിരുന്നു. ഇന്നിപ്പോ അമ്മായിയമ്മയാണോ ചത്തത് അതോ മരുവളാണോ എന്നത് കൊണ്ട് അഭിഷേകം പര എന്താ തെറ്റി അങ്ങനെ പറയണത്? ഞാൻ എന്തേ പറഞ്ഞു? ഞാൻ രാമായണം വായിക്കുക. ഇങ്ങോട്ട് നോക്കി അതിൽ അക്ഷരങ്ങൾ ഒന്നാമത് തെളിഞ്ഞു കാണന്നെ. എന്താ അങ്ങനെ പറയുന്നത് രമണി? ഞാൻ ഈ ദേശാഭിമാനി പത്രം ഒരക്ഷരം വിടാതെ വായിക്കുന്നത് ഇച്ച് കേട്ടതല്ലേ. എന്നിട്ട് ഈ വർത്താനം പറയണത് അത് ആയിട്ടാണ് നിർത്തുകയും ചെയ്തു. ഇനിയിപ്പോ രാമായണം ആണെങ്കിൽ രാമായണം ഞാൻ വായിച്ചോണ്ട് ഈ വാട്സപ്പിൽ ഇല്ലാത്ത എന്ത് വാർത്തയാണത്? നമ്മളെ ഗ്രൂപ്പിലാണെങ്കിൽ എല്ലാ വാർത്തയും സത്യമായിട്ട് കിട്ടും. പിന്നെ എന്തിനാണ് ഈ ദേശാഭിമാനി? ഒരു ടിവിന്റെ ആ സ്വിച്ച് ഇടാൻ അറിയാത്ത എങ്ങനെയാണ് ഞാൻ എന്റെ വാട്സാപ്പ് നോക്കണത് എന്റെ രമണിയെ? അല്ലെങ്കിൽ തന്നെ ഈ രോഗവാർത്ത എന്ത് കൊണ്ടാണ് ഈ വയസ്സുകാലത്ത്? രോഗവാർത്ത അറിഞ്ഞിട്ട് എന്ത് കൊണ്ടാണ്? എന്റെ മരുവക്ക് ഇത്ര ബുദ്ധിയില്ലാണ്ടായോ? അല്ല എനിക്കിപ്പോ ഈ ഒരുങ്ങി കെട്ടി ഇങ്ങനെ പോണുണ്ടല്ലോ, അത് എന്ത് വാർത്ത കേൾക്കാനാ? ഇങ്ങനറിയാ എങ്ങോട്ടാ പോണത്? അതെ, ഈ ഒരുങ്ങി കെട്ടി പോണ മാതിരി ഈ കുപ്പായിട്ടാനൊക്കെ ഒരു കാലത്ത് ഈ പെണ്ണുങ്ങൾക്ക് പറ്റിയെന്നൊന്ന് ഇച്ച് പോണോർത്തൊന്ന് ചോദിച്ചു. പെണ്ണുങ്ങൾ അനക്കതൊന്നും അറിയാഞ്ഞിട്ടാണ്. ഈ ആലപ്പുഴാന്ന് കേട്ടിട്ടില്ല, അവിടെ ചേർത്തലാന്ന് പറയുന്ന ഒരു ദേശം, അവിടെ മുലച്ചിപ്പറമ്പ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഈ കേട്ടിട്ടുണ്ടോ? തന്നെ കുട്ടിയെ മുലച്ചിപ്പറമ്പ് എന്ന് പറഞ്ഞ നങ്ങേലി എന്ന് പറയുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു അവിടെ. അന്നൊക്കെ നമ്മൾ ഈ ഭൂമിക്ക് ഇപ്പോ ഈ EMS നമ്പൂതിരിപ്പാട് വന്നതിന് ശേഷം നമ്മളൊക്കെ അത് നമ്മളെ സ്ഥലമാണ് എന്ന് പറഞ്ഞുകൊണ്ട് 10 സെന്റെങ്കിലും 10 സെന്റില് നമ്മൾ താമസിക്കണില്ലേ? അന്ന് പെണ്ണുങ്ങളുടെ ശരീരത്തിനും കരം കൊടുക്കണ ഒരു കാലുണ്ടായിരുന്നു. അറിയാണെങ്കിൽ ഐതിഹ്യത്തിൽ ജീവിക്കുന്നോണ്ടാണ് ചരിത്രത്തിക്ക് ഇങ്ങോട്ട് ഇറങ്ങിയവാ. അതൊക്കെ തന്നെയാണെങ്കിലും ഭാരതത്തിൽ ഇപ്പുള്ള കാര്യം പഠിച്ചാ പോരാ, കുറച്ച് പിന്നാക്കം പോണം. അവിടെ നങ്ങേലി എന്ന് പറഞ്ഞൊരു പെണ്ണിന്റെ വീട്ടിക്ക് ഈ മേലാളന്മാര് കരം വാങ്ങാൻ വേണ്ടിയിട്ടൊരു വരവുണ്ടായി. ഓളോട് ചെന്ന് ചോദിച്ചെന്താന്നറിയാ, എന്റെ ശരീരത്തിനുള്ള കരാണ് എന്ന്. ഓളകത്തേക്ക് ഒരു പോക്ക പോയിട്ട് വെട്ടത്തി കൊണ്ടൊരു വരവുണ്ട്. വന്നോരെ മുന്നിൽ നിന്നിട്ടോളം മാറങ്ങട്ട് അരിഞ്ഞിട്ട് നാക്കലയിൽ വെച്ചങ്ങോട്ട് കൊടുത്ത് നക്കി തിന്നടാ നായ്ക്കളേന്ന് പറഞ്ഞ ആ നങ്ങേലി ചെയ്ത സമരത്തിന്റെ ഭാഗ ഈ ചെന്നി അണിഞ്ഞൊരുങ്ങി ഇവിടെ നിൽക്കണേ. എന്റെ കുട്ടികൾക്ക് ഇതൊന്നും പഠിപ്പിക്കേണ്ടി വരില്ല. പഠിക്കണ പുസ്തകത്തിൽ തന്നെ ചരിത്രം വെട്ടി മാറ്റണ കാലാണ്. ഇനിയിപ്പോ ആലപ്പുഴയ്ക്കൊന്നും പോണ്ട. ഈ കോട്ടയ്ക്കൻ്റെ വെന്നിയൂര് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്, അത് കേട്ടിട്ടില്ല. എന്നാ അവിടെ ഒരു വലിയ തറവാട്ടില് ഒരു പുറമ്പണിക്ക് പോയെന്ന് ഒരു ചിരുതുണ്ടായിരുന്നു. ആ ചിരുത ഒരു ദിവസേ ഈ നങ്ങേലി ചെയ്ത സമരത്തിന്റെ ഭാഗമായിട്ട് കുപ്പായിട്ട് ഞങ്ങൾ അങ്ങോട്ട് ചെന്നു. അന്ന് അങ്ങനെയാണ് പെണ്ണെ, ഈ കുപ്പായിട്ട ചിരുതൻ ഈ കാര്യക്കാരൊക്കെ നോക്കി എന്താ പോലെ പതിവില്ലാതെ മാറൊക്കെ മറിച്ചിട്ട് ഒരു വരവ്. ഓളെ പിടിച്ചിങ്ങോട്ട് എടുത്ത് വലിച്ചിങ്ങോട്ട് കീറിയിട്ട് ചതച്ചങ്ങോട്ട് അരച്ചു. അറിയോ? അത് ഈ കോട്ടയ്ക്കല് തെന്നീര് നടന്ന സംഭവം അറിയണം. എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമല്ല.
ഇപ്പൊ പോണേന്റെ മുന്നേ അടുക്കളയിൽ വേണ്ട കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കിയിട്ട് പോയിക്കോ. ഒരു കാര്യം നിങ്ങളോട് പറഞ്ഞത് ഞാൻ തിരുവാതിരക്ക് പോവാണ്. പക്ഷെ നിങ്ങളോട് കാര്യം പറയണ്ടേ, ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ആ ചോറും കൂട്ടാനും പൊരിച്ചോറ് വെക്കലുണ്ട് നിങ്ങളൊരു പരിപാടി, അത് നിങ്ങൾ നിർത്തിക്കൊണ്ടിട്ടാ. എന്ത് എന്താ പറഞ്ഞത്? കുറെ ചെക്കന്മാര് എന്താണ് പൊരിച്ചോറ് അത് ഞങ്ങളെ DYFIന്റെ ചെക്കന്മാരാ. ഒരു മനുഷ്യപ്പറ്റുള്ള വർക്കാണ്. ഈ പൊതിച്ചോറ് കൊണ്ടുവന്നത് ഒരണ്ണാക്കിൽ തിരികാനല്ല. ഈ ഗവൺമെന്റ് ആശുപത്രികളിലൊക്കെ ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവരും മരുന്ന് വാങ്ങാൻ പൈസ ഇല്ലാത്തവരൊക്കെ കുറെ ഉണ്ട്. അതനക്കറിയില്ല. ഒരു നേരത്തെ ഭക്ഷണവും കൊണ്ട ഈ പൊതിച്ചോറും കൊണ്ട് എന്റെ DYFI കുട്ടികൾ പോണത്. നിങ്ങൾക്കറിയാം പൊരിച്ചോറ് തിന്നണ ആരാണ്? കണ്ട പാണനും വർങ്ങോടനും അഹിന്ദുക്കളും ഇന്റെ പെരേന്ന് ചോറുണ്ടാക്കിയിട്ടേ പാണനും അഹിന്ദുക്കൾക്ക് കൊടുക്കാൻ ആ സമ്മതിക്കില്ല. നമ്മളെ ജാതിക്കാരാണെങ്കിൽ പോട്ടെ, 5 10 പൊരിച്ചോറ് കൊടുക്കാം. ഇത് ആരാ തിന്നുന്നത് നമുക്കറിയോ? അല്ല, എനിക്ക് ഈ പൊതിച്ചോറ് തിന്നണ്ട. ഇവിടെ സാധനം തിന്നണത് എങ്ങനെയാ? അത് എന്റെ പെരേന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്നതാ? എന്റെ മൂപ്പര് കഷ്ടപ്പെട്ട് പണിയിട്ടിട്ടാണ്. എന്റെ മൂപ്പരെ 10-16 പൊതി വന്നാണ് കൊടുത്തേനു. അത് 2 ആക്കി ചുരുക്കിയതിച്ചാണ് കേട്ടോ. ഈ 2 ആക്കി ചുരുക്കിയത് ഇഞ്ഞ് കുറയ്ക്കാൻ നിന്നാ എന്റെ സ്വഭാവം കണ്ട് മാറും. മൂപ്പരെ നന്നായി ഞാൻ വന്നതിന് ശേഷം മൂപ്പര് ഈ നാട്ടുകാർക്ക് തിന്നാൻ കൊടുക്കണം പൊതിച്ചോറൊക്കെ നിർത്തി നന്നായി. അന്നെ പേടിച്ചിട്ടാണ് കുട്ടിയെ. ദേശാഭിമാനി നിർത്തിയിട്ട് ഈ രാമായണത്തിൽ ഒതുങ്ങിയതും അന്നെ പേടിച്ചിട്ടാണല്ല. നിങ്ങൾ നല്ലോം പോലെ ആണെങ്കിൽ നിങ്ങൾക്ക് ഞാൻ സീരിയൽ വെച്ചുതരും. അങ്ങനെയാണെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. ഞാൻ പറഞ്ഞ നിങ്ങളോട് അതല്ല, മൂപ്പര് വരുമ്പോഴേ ഉപ്പ് കഴിഞ്ഞിട്ട് വാങ്ങാൻ പറഞ്ഞോണ്ട് ഉപ്പ. ഇനിയിപ്പോ അതിനെ പറ്റിട്ടുണ്ടാവും ഒരു കഥ. നിങ്ങളെ പഴമ്പുരാണ്. ഈ ഉപ്പ് എന്ന് പറയുന്നതേ ഇമ്മളെ പോലത്തെ കീഴ്ജാതിക്കാർക്ക് പറയാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. അറിയാൻ ആ പുള്ളിയുള്ള സാധനമായിരുന്നു. അറിയാൻ വർത്താനം ഓരോ പഴമ്പുരാണ ചരിത്രാണ് കുട്ടിയെ. ഈ ഉപ്പ് എന്ന് പറയുന്ന ഒരു 10-16 വയസ്സുള്ള ഒരു ചെക്കന് അന്നൊരു പീടിയെ പോയിട്ട് കുറച്ച് ഉപ്പ് ചോദിച്ചു. ആ ഉപ്പ് ചോദിച്ചതിന് അത് കേട്ട് നിന്ന ആൾക്കാർ തച്ചാനിട്ട് കൊന്നു. അവന്റെ പേരെന്തറിയാം എനിക്ക്? ശിവരാമൻ എന്നാണ് എനിക്ക് ഇപ്പോഴും ഓർമ്മ ഉണ്ടാവില്ലേ. നല്ല ചൂടുണ്ട് നാട്ടുകാരെ ഉപ്പ് ചോദിച്ചതിന് തച്ചില്ലേ. കാലത്ത് ജീവിച്ചു വന്ന ആൾക്കാര് പറഞ്ഞ് ഉണ്ടാക്കി സമരം ചെയ്ത് ഉണ്ടാക്കിയ പ്രസ്ഥാനത്തിന്റെ കീഴിലാ ഈ ചെന്ന് ഇങ്ങനെ ആർക്കണേ. നിങ്ങളൊരു പ്രസ്ഥാനം അത് എന്തിന് കിടങ്ങൾ മുണ്ടാതെ ഒന്നും രാമായണം വായിച്ചോളൂ, സീരിയൽ കണ്ടോളൂ. ഈ വയസ്സിലാക്കി നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് നടക്കാതെ. ഓ വരുന്നുണ്ട്. എങ്ങോട്ടെങ്കിലും ഒന്ന് പുറത്തിറങ്ങാൻ പറഞ്ഞ അപ്പൊ വരും കുളിച്ചണം. നിങ്ങൾ ആള് വരുന്നുണ്ട്. ഓ വന്നോട്ട് ഇനി അണക്കിപ്പ എന്തേ ഇഷ്ടല്ല ഓരോ ആൾക്കാർ അന്യജാതിക്കാർ വീട്ടിൽ കയറുകയാണ്. എന്റെ ഇഷ്ടം നോക്കുന്നത്. നിങ്ങൾ എന്തിനാ ഇങ്ങനത്തെ ആൾക്കാർക്ക് പരിചയക്കാർക്ക് ഇങ്ങോട്ട് വരുന്നുള്ളൂ? ഞങ്ങൾ തമ്മിൽ പലതുണ്ടാവും. നിങ്ങൾ പോയി നോക്കണ്ട. ഞങ്ങളെ കുടുംബത്തെ കാര്യം നോക്കാൻ നിങ്ങളാരാ? ഈ വറ്റതും കേട്ട ഞാൻ രാമായണം വായിക്കുന്നു വീരാനെ. അല്ല നിങ്ങൾ ഈ രാമായണം വാങ്ങി കഴിഞ്ഞിട്ടില്ലേ? ഇത് ലാമാസായല്ലോ. കർക്കടമാസത്തിലെല്ലാം വരേണ്ടി. അതെന്താ വീരാനെ, ഈ കർക്കിടക മാസത്തിലാണ് രാമായണം വായിക്കാന്ന് ആരാ എന്നോട് പറഞ്ഞു? ഞാൻ എത്ര പേരെ പോകുന്നു അവിടെ ഓലൊക്കെ ഒരു മാസം കൊണ്ട് സമ്മതം കഴിഞ്ഞു. അതെന്നെ ഇപ്പൊ നമ്മളെ നാട്ടിൽ തുടങ്ങി. പണ്ടൊക്കെ അതേമാതിരി രാമായണം വായിച്ചിട്ട് അപ്പൊ ഞാനൊക്കെ വന്നേ. അത് ശരി, നമുക്ക് എട്ടുമായിനെ അറിയില്ലല്ലോ. അറിയില്ല. അതാരെ കൊണ്ടുവന്നു? നമ്മുടെ സർക്കാർ അല്ല പിന്നെ നിങ്ങൾ എന്നെ പഠിപ്പിക്കാനുള്ള ചരിത്രം ഭൂമിശാസ്ത്രം എന്നൊക്കെ പഠിച്ചിട്ടൊരു കാര്യമില്ല. നിങ്ങൾ പോയിട്ട് സീരിയൽ കണ്ടോളൂ. ഞാൻ ഇവിടെ നിന്നോണ്ട് നിങ്ങൾ സീരിയൽ കണ്ടോളൂ. ഞാൻ കൊടുത്തോളാം. ഞാൻ പത്രം കൊണ്ട് കൊടുത്ത്. പിന്നെ ഞങ്ങൾക്ക് ഇനി പാല് വേണ്ടങ്ങളെ വേണ്ട. അതന്നെ നിങ്ങൾ പാല് പണ്ടത്തെ പോലെ നല്ല കുട്ടികൾക്ക് വയറാൾക്കടുപ്പം വന്നു നിങ്ങൾ പാല് കുടിച്ചിട്ട്. പാല് വേണ്ട ഇവിടെ. പാല് കുടിച്ചിട്ട് വല്ല കുട്ടികൾക്കും വയറിറങ്ങി കേട്ടിട്ടുണ്ടോ? ഇത് വാങ്ങാറില്ല. അന്റെ കുട്ടിക്ക് വയറിറക്കിയോ? അന്റെ കുട്ടിക്ക് വയറിറക്കിയോ? പിന്നെ ഇങ്ങോട്ട് വരെ ഞാൻ കാണിച്ചതാ. നിങ്ങളെ പാല് നിങ്ങളെ പശുവിന്റെ അകടിന്റെ മുകളിൽ മരുന്ന് കഴിക്കുന്നുണ്ടോ? ഞാൻ കാണിച്ചതാ. കേട്ടാ നിങ്ങൾ നോക്കി. ഞാൻ പറയുന്നത് നോണയാണെങ്കിൽ നിങ്ങൾ നോക്കി. നിങ്ങളെ തുപ്പുറോട്ട് പാല് നിങ്ങൾ എന്തൊക്കെയാ മരുന്ന് ചേർക്കുന്നത്? ആൾക്കാരെ മതം മാറ്റം നോക്കണില്ലേ നിങ്ങള്?
കണ്ടു ഞാൻ പറയുന്നതാണ് നിങ്ങൾ കണ്ടോ ഇങ്ങോട്ട് കണ്ടോ എടപ്പോ മൂപ്പര് പാലിന് എന്തൊക്കെയോ ചേർക്കുന്നുണ്ട് പശുവിന്റെ അതിന്റെ മുകളിൽ എന്താ ചേർക്കുന്നത് നിങ്ങൾ മര്യാദക്ക് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം നിങ്ങളെ പാലിലുണ്ടോ നിങ്ങൾ ചേർക്കുന്നുണ്ട് എന്താ നിങ്ങളാണ് കാണേണ്ടത് നിങ്ങളെ വീരാന്ന് പറഞ്ഞത് നോക്കി ഇതെന്താ നോക്കി നിങ്ങള് മൂപ്പര് ചേർക്കണം എന്താ നിങ്ങൾ നോക്കി മനസ്സിലായത് അതാണ് ഞാൻ തന്നെയാണ് പക്ഷേ ഈ നാട്ടുകാർക്കൊക്കെ അറിയപ്പെടെ ഞങ്ങൾക്ക് ആർക്കും പാണ്ടങ്ങളെ പാല് നാട്ടുകാർ ഫുള്ള് കണ്ടോളി നിങ്ങൾ കണ്ടോളിട്ട് ഇതെന്താ ചേർക്കണേ ഒന്നാമത്തെ മോളെ അവളെ മറന്ന് ഓരോന്ന് പറഞ്ഞുണ്ടാക്കല്ലേ ലക്ഷ്മിയെ പാല് വേണേ വേണ്ട എനിക്കിതൊന്നും കേൾക്കാൻ പറ്റൂല നിങ്ങള് മൂപ്പര് ഭാഗം കണ്ടോളി ഞങ്ങൾ നിൽക്കൂല ഇപ്പൊ സത്യം നമ്മള് വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നതാണിത് എന്റെ വാട്സാപ്പ് അവിടെ ബീരാനെ ഇജിപ്പോ ഇവിടെ കൊണ്ടുവരുന്ന പാലുണ്ടല്ലോ ഇന്നു മുതൽ എന്നും കൊണ്ടുവരണം പൈസ ഞാൻ അങ്ങോട്ട് തരും അല്ല പൈസ എനിക്ക് പെൻഷൻ കിട്ടണ്ടേ എപ്പോഴെങ്കിലും കിട്ടുന്ന പെൻഷൻ ആണെങ്കിലും കിട്ടുമ്പോ അത് ഒന്നിച്ച് കിട്ടും ഇന്റെ ബീരാനെ ഇജിവിടെ കൊണ്ടുവരുന്ന ഓരോ ദിവസത്തെ പാലിന്റെ പൈസ എഴുതി അങ്ങോട്ട് വെച്ചോ എനിക്ക് പെൻഷൻ കിട്ടുമ്പോ എന്നെ അങ്ങോട്ട് തരും വീരൊന്നും തന്നെ പാല് കൊണ്ടുവന്ന് തരാൻ തുടങ്ങിയതല്ല എന്റെ ബാപ്പാന്റെ കാലം തൊട്ട് ഇങ്ങനെ പരീക്കാണ് ആദ്യം പാല് കൊണ്ടുവന്നായിരുന്നു എന്നിട്ട് ഈ പമ്പറോട് ഇങ്ങനെ പറഞ്ഞാൽ വീരാന് വലിയ സങ്കടം കിട്ടോ ഇതൊന്നും കേട്ടു കറ്റൂല ഇനി ഈ പരിപാടി നടക്കൂല ഞങ്ങള് ഇത്രയും കാര്യങ്ങൾ ചെയ്തു നിങ്ങൾക്ക് ഇത്ര വലിയ സങ്കടം ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പാകിസ്ഥാൻ ചെയ്യൂടാ നിങ്ങൾ എന്തിനാ വിളക്കണേ നിങ്ങൾ പണ്ടെന്ന് തന്ന് പറഞ്ഞയച്ചതല്ലേ പിന്നെ ഇവിടെ അങ്ങനെ പിടിച്ചു നിൽക്കണേ ഞങ്ങളെ കൂടെ എല്ലാ സമുദായത്തിലും ഇടങ്ങറുണ്ടാക്കാൻ നിങ്ങൾ എന്ത് കാര്യത്തിന് ഇവിടെ നിൽക്കണം മതി ഇനി വീരാന് ഇവിടെ നിൽക്കണമെന്നില്ല വീര പോവില്ലാണ് വീരാനെ എടാ വീരാനെ കൂടി ഇജി എന്ത് കണ്ടിട്ടാണ് ഓനോട് ആ വർത്താനം പറയണത് ഞാൻ സത്യം പറഞ്ഞു അത്രേ ഉള്ളൂ എന്ത് സത്യം എനിക്കറിയാം ഇജി ഇവിടെ നിൽക്കണ ഈ മണ്ണ് ഓനും ഓന്റെ ബാപ്പയും ബാപ്പാന്റെ ബാപ്പയും എന്റെ അച്ഛൻ എന്റെ അച്ഛന്റെ അച്ഛൻ എന്റെ മൂത്തച്ഛന്മാരും ഒക്കെ കൂടി ചേർന്നുണ്ടാക്കിയ മണ്ണ് ഒരു പ്രസ്ഥാനത്തിന്റെ കീഴിൽ നിന്നിട്ട് ഉണ്ടാക്കിയ ഈ മണ്ണുണ്ടല്ലോ ഈ മണ്ണിൽ നിന്ന് ഓനോട് അമ്മാതിരി വർത്താനം പറയരുത് അയലൊക്കെക്കാരെ തമ്മിൽ തെറ്റിക്കാനുള്ള അന്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് കൊണ്ട് ഇന്റെ പേരിൽ വന്ന രമണിയെ അടിച്ച് ചേപ്പാക്കുറ്റി അങ്ങോട്ട് പറയും സീരിയലിടറി ഒഴിവില്ല നിങ്ങളുണ്ടല്ലോ നിങ്ങൾ നടന്നോട് നിങ്ങൾ ആദ്യം വിരിയും ഞാൻ നിങ്ങൾ എന്ത് ഏർപ്പാടിന് ഇങ്ങനത്തെ നിങ്ങളെ ഏർപ്പാടിന് കണ്ട ഹിന്ദുക്കളുടെ വീട്ടില് വൃത്തി ശുദ്ധി ഇല്ലാതെ നിങ്ങൾ ചരക്കാതെ പോയിക്കൊള്ളും നിങ്ങളൊരാടും നീ പാട്ടി കാര്യം കല്ലെടുക്കും മര്യാദക്ക് പോയിക്കൊള്ളേ നിങ്ങളൊരാടും ആരോട് മാത്രമല്ല മനുഷ്യന്മാര് പോകും അന്നെ പറ്റിയിട്ട് പ്രചരിപ്പിച്ചത് മുഴുവന് വാട്സപ്പിൽ വന്നത് ശരിക്കുള്ള വീഡിയോ എനിക്ക് കിട്ടിയിട്ടുണ്ട് വീരാനെ പിന്നെന്താ ഇന്നടാ ചതിച്ചതാണ് ആ സുകുമാരന്റെ ചെക്കല്ലേ ഓരോ ദിവസം ഞാൻ ആറിനെ കറക്കുന്ന ടൈമില് എന്റെ അടുത്ത് വന്നു വീരാക്ക നിങ്ങളെ ഫോട്ടോ എടുക്കട്ടെ എന്ന് ചോദിച്ചു നമ്മളാളല്ലേ ഉൾക്കൊള്ളാൻ പറഞ്ഞു അങ്ങനെ ഓലടാ ഞാൻ പെണ്ണ പരസ്യം ഞാനേ ഈ ആടിന്റെ അകിട് പരത്താവാതിരിക്കാൻ വേണ്ടി തേനെ പെണ്ണ പരസ്യം അന്നാണിപ്പോ കലാക്കിന്റെ കവക്കെട്ടിടും ഞാൻ അതായിട്ടുള്ളോ ഇത് അതാണ് ഓ ഇന്നെ ഈ കോലത്തിൽ സ്വിപ്പാക്കിയത് ആ വീഡിയോ ഞാൻ ഈ നാട്ടുകാർക്കൊക്കെ നഗർക്കൊക്കെ മനസ്സിലാവട്ടെ സത്യം മനസ്സിലാവട്ടെ സാധു പാലിന് കറക്കണ ശരിക്കുള്ള വീഡിയോ ഉണ്ട് ഇതിലാണ് വേറെ മന്ത്രം മായും ബാങ്ക് മായും ഒക്കെ പാടെ കലർത്തിയിട്ട് മറ്റേ അവരുടെ കമ്മിറ്റിയിലാണ് പ്രചരിപ്പിച്ചത് എന്നിട്ട് ഈ പാവം വീരാങ്കന്റെ ആടിനും പാലിനും ബ്രസ്റ്റ് ഇത് മലപ്പുറം ജില്ലയാണ് ഇവിടെ ഇത് നടക്കില്ല കേട്ടോ ഇത് നല്ല തമാശ വീരാനെ ഇതൊന്നുകൊണ്ട് ഈ വീടെന്തായത് നന്നായി അല്ലാച്ച ഈ നാട്ടിൽ നിന്ന് നമ്മ പറഞ്ഞിരുന്നു ഇത് നല്ല തമാശ ഈ നാട്ടാർക്ക് ആർക്കെങ്കിലും 5 പാല് ഈ ആടിന്റെ പാല് എന്തെങ്കിലും
കുഴപ്പമുണ്ടായി. ഇതിന്റെ ഹൈ ബ്രസ്റ്റ് ഹൈ വീരാന്റെ മാതിരി. എന്തൊക്കെയാ പെമ്പറോട് പറഞ്ഞോ? ഞാൻ ആ ലക്ഷ്മി ഒന്ന് കാട്ടി മൂന്നാക്കിയാൻ പറഞ്ഞിട്ട് ഇപ്പൊ മനുഷ്യന്മാർക്ക് മാത്രമല്ല ഇത് നല്ല തമാശ. ഇത് ഇവിടെ നടക്കില്ല കേട്ടോ. ഇത് ഞങ്ങൾ അനുവദിക്കില്ല. കുട്ടിയെ ഇതിന് നമുക്ക് ഒറ്റ കെട്ടായിട്ട് എതിർക്കണം. പിന്നെന്താ സംശയം? അതിനെ നമ്മുടെ പ്രസ്ഥാനം ആരാപ്പത് ഈ വരുന്നത്? കുറച്ചങ്ങനെ എടാ 1:32 അപ്പുറത്ത് വിളിച്ചാ ഒരു മിനിറ്റ് ഒന്ന് അളക്കട്ടെ. എത്ര 2:22 22 ഒന്ന് മാറി നിൽക്കും. അല്ല വീരാന ഈ എന്റെ സ്ഥലം വിൽക്കാനുള്ള പരിപാടി. ഞാനങ്ങനെ ബുക്കിടാനായി. പിന്നിപ്പോ എന്താ പരിപാടി ഇത്? ഒന്നാലും മാറി നിൽക്ക്. ഞങ്ങൾ അളക്കാൻ സമ്മതിച്ചു. എന്താ എനിക്ക് വേണ്ടത്? അല്ല ഇത് ഏതാ സ്ഥലം നമുക്കറിയാം. അറിയാം. ഏത്? മലപ്പുറം ജില്ലയാണ്. അതൾക്ക് ബോധ്യമുണ്ട്. ഇത് അതിന്റെ ഒരു അളവിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ വന്നത്. ഇതെന്തിനാക്കണേ? ഇത് അളക്കുന്നതോ? ഈ ജില്ല 2 ജില്ലയാക്കാൻ വേണ്ടി. മലപ്പുറം ജില്ലയെ 2 ആക്കണം. അതാണ് ഉദ്ദേശം. മനസ്സിലായി. ഇത് ആരും പറയണ്ട. ഇതിപ്പോ മനസ്സിലായി. ശരിയാവില്ല. എന്താ നിങ്ങൾക്ക് അറിയേണ്ടത് പറയും. ഇതേ ഈ മലപ്പുറം ജില്ലയില് അനേകം മഹാന്മാർ ഉറങ്ങുന്ന സ്ഥലമാണ്. ഈ ജില്ല എന്തിനാണ് 2 ആക്കുന്നത് നിങ്ങൾക്ക് അറിയാം? എങ്ങനെ 2 ആക്കുന്നത് ഞാൻ പറഞ്ഞുതരാം. അല്ല പറയാം. ഇതാ ഇവിടെ ഇങ്ങോട്ട് അങ്ങോട്ടുള്ള ഭാഗം തിരൂര്, തിരൂരങ്ങാടി, പൊന്നാനി ഒരു ജില്ല. അതല്ല ഇതാ ഇപ്പുറത്ത് ഈ പിന്നെ പെരിന്തൽമണ്ണ, മഞ്ചേരി, നിലമ്പൂര് വേറെ ജില്ല. ഇതെന്താ അതിന്റെ ഗുണം നിങ്ങൾക്ക് അറിയോ? ഒരു ജില്ല 2 ജില്ലയാക്കി കഴിഞ്ഞാല് 2 കളക്ടറേറ്റ് വരും. 2 കളക്ടറേറ്റ് വരും. 2 കളക്ടറേറ്റ് വരും. ആശുപത്രികൾ കൂടും. അപ്പൊ ആർക്കാ ഗുണം? ജനങ്ങൾക്ക്. ഇതാണ് നമ്മളൊരു ലക്ഷ്യം. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങനെ വന്നിട്ട് അളവും കാര്യങ്ങളായിട്ട് ഇവിടെ നിൽക്കുന്നത്. ഒരു കാര്യം ഈ ഗോപാലിനും ഈ വീരാനും ഒക്കെ ഈ ജില്ല 2ആക്കിയിട്ട് സാധാരണക്കാർക്ക് എന്തോടെ മെച്ചം? അതല്ല ഇപ്പൊ എന്നോട് പറഞ്ഞത്. 2 കളക്ടറുണ്ടായിട്ടാണ് എന്റെ പേരെ തിരിച്ചു ഉണ്ടാവോ? ചോദിക്കേ ഈ മലപ്പുറം ജില്ലയിലെ ഒരു 4-5 മഹാന്മാരുടെ പേരൊന്നും പറയാം. ഇപ്പൊ നടക്കാൻ വേണ്ടി ഉപ്പുമാന്റെ സ്വത്ത് ഒരേക്കാൻ വരുന്ന വരവൊന്നല്ല. മലപ്പുറം ജില്ലയെ പറ്റി ആർക്ക് വല്ലതാണ്? മലപ്പുറം ജില്ല എന്നറിയാം. ഈ ജില്ല തന്നതാരാ നമുക്കത്? ഈ ജില്ല രൂപീകരിച്ച വർഷം എന്ന് പറയും. എന്തിന് ഞങ്ങൾ അറിയണോ? അപ്പൊ ഇന്ന് PSC പരീക്ഷ പാസ്സായിട്ടൊന്നും വന്നല്ലേ ഉദ്യോഗസ്ഥന്മാരെ? പിന്നെ വെച്ച് പാസ്സായതാവൂട. ഇത് നല്ല തമാശ. വേണ്ട, ഒരു 10 മഹാന്മാരുടെ പേര് ഈ മലപ്പുറം ജില്ല. ഞാനേ മലപ്പുറം ജില്ല തന്ന ആളെ ഒന്നും പറഞ്ഞു കൊടുക്കട്ടെ. എടോ സഖാവ് EMS തമ്പുരാൻ ആദ്യം ഭരണത്തിൽ കയറിയിട്ട് നമ്മുടെ ജില്ല വന്നു 1969 നവംബർ 16-ാം തീയതി. തിരുവനന്തപുരത്തല്ലേ? അത് ചെള്ളക്കം വരും. ആളെങ്ങനെയാണ് തിരുവനന്തപുരത്താവുക? കളപ്പന്നി അതൊക്കെ മനസ്സിലാക്കണ്ടേ? നമുക്ക് അറിയുന്നത് തിരുവനന്തപുരം. എന്തും ദിവസത്തില അത് വായിച്ചടാ. ഇവിടുത്തെ ഏതെങ്കിലും ഒരു 4-5 മഹാന്മാരെന്ന് പറഞ്ഞ എന്തിന്? ഒരു ഞങ്ങൾക്ക് പിന്നെ ഞങ്ങൾ വേറെ ജില്ലക്കാരല്ലേ ഇത് അളക്കാൻ വേണ്ടി വരുമ്പോ അവിടുത്തെ പ്രകൃതിയിൽ അവിടുത്തെ ആൾക്കാരൊക്കെ എന്തെങ്കിലും മനസ്സിലാക്കണം. ആൾക്കാരിലൊക്കെ ഞങ്ങൾ പറഞ്ഞുതരാം. പൂന്താനം, തുഞ്ചപ്പെരുപ്പച്ചമ്മിച്ച് കേട്ടിട്ടുണ്ടോ? ഞാൻ കേട്ടിട്ടുണ്ട്. വാര്യംകുന്നത്ത് കേട്ടിട്ടുണ്ട്. EMS നന്ദിച്ച് കേട്ടിട്ടുണ്ടോ? 18. കോയിമുട്ടി വൈദ്യുതി കേട്ടോ? എന്തൊക്കെ സ്വന്തം മാപ്പാടെ കേൾക്കാത്തവനാണ്. പിന്നെ എന്നോട് എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ PS വാര്യരെന്ന് കേട്ടിട്ടുണ്ടോ? അദ്ദേഹത്തിന്റെ കർമ്മ മണ്ഡലം തിരിഞ്ഞു നോക്കെ. ഇവിടെ ഗോപാലിനും ഞാനും ഒക്കെ മതസൗഹാർദ്ദത്തോടെ താമസിക്കുന്ന നാടാണിത് മലപ്പുറം ജില്ല. ആ ഗൈറ്റം ഒന്ന്
ചെന്നാ ഗേറ്റ് ഒന്ന് പോയി നോക്കടാ. 3 ചിഹ്നങ്ങളടുത്ത് അവിടെ കാണും. പുരുഷുണ്ട്, ഹിന്ദുസുണ്ട്. നമ്മള് നേരത്തെ പറഞ്ഞില്ലേ, ഇത് മലപ്പുറം ജില്ലയാണ്. മതനിരപേക്ഷതയും ജനാധിപത്യം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാർ താമസിക്കുന്ന ജില്ലയാണ്. വെട്ടിമുറിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. അതിനെ ഇവിടെ നല്ല ചങ്കോർപ്പുള്ളവരും അത് ഈ നാട്ടിലൊക്കെ അറിയില്ല. പണ്ടേ നിലമ്പൂരിന്ന് പിന്നെ കരികല്ലിന്റെ പൊടിക്കാരൻ ഒന്ന് നോക്കിയതാണ്. ജമായത്തിനും ഒക്കെ കൂട്ടി പിടിച്ചിട്ട് ഈ മലപ്പുറം ജില്ല എന്നാണ്ട് മുറിച്ചാലാന്നുള്ളൊരു ഇത് നടക്കാൻ ഇവിടെ ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ ഇടതുപക്ഷം ഉള്ളോടത്തോളം കാലം അതിന് ഞങ്ങൾ സമ്മതിക്കില്ല. എന്താ മനസ്സിലാക്കി? നിങ്ങളുടെ പേരെന്താണ്? എന്റെ പേരാച്ചിന്റെ മുഴുവൻ അല്ലാതെ പറഞ്ഞോ, പേരൊന്നും പറഞ്ഞിട്ടില്ല. കുഴപ്പമൊന്നുമില്ല. ബീരാൻ എവിടെ സ്ഥലത്താണ്? ചിലർ കോട്ടയ്ക്ക് കോട്ടയ്ക്ക്, അത് മതി. മനസ്സിലായോ? മനസ്സിലാക്കാം. മലപ്പുറം ജില്ലക്ക് വരുമ്പോ ഒന്ന് ആലോചിച്ചു. ഇവിടെ നല്ലൊരു അത് ഈ ഫോട്ടോക്ക് അറിയാം. ആളെ കൂട്ടിക്കഴിഞ്ഞാൽ ഇതിനെ വെട്ടിമുറിക്കാൻ നമ്മളെ പ്രസ്ഥാനമുള്ളോടത്തോളം കാലം സമ്മതിക്കില്ല. നമ്മളെ ജീവാണ്ട് പോകേണ്ടി വരും. CPIM അങ്ങനത്തെ ഒരു പാർട്ടിയുടെ ഏരിയ സമ്മേളനമാണ് ഇവിടെ നടക്കുന്നത്. ആ ഡേറ്റ് പറഞ്ഞു 23, 24 കോട്ടക്കൽ വെച്ചിട്ട് ജനാധിപത്യവും മതനിരപേക്ഷതയും കാത്തു സൂക്ഷിക്കാൻ താല്പര്യമുള്ള സകല ജനങ്ങൾക്കും അപ്പോഴത്തെ വണ്ടി മണി വന്നേ ആണ്. ഇന്നലെ എന്റെ പേരേനോട് വല്ലാത്ത സങ്കടമായില്ല. നിന്റെ വിഷമൊന്നും വിഷമല്ല. നമ്മളെ ജില്ല മുറിക്കാൻ 2 നായ്ക്കൾ വന്നിട്ടുണ്ട്. ഇച്ചിപ്പെന്തി പറഞ്ഞു ഒരു ഏരിയ സമ്മേളനം ഒക്കെ. മലപ്പുറം ഏരിയ സമ്മേളനം നമ്മളെ കോട്ടയ്ക്കൽ വെച്ചിട്ട് കോട്ടയ്ക്ക് 23, 24 തീയതികളിൽ എല്ലാ ആൾക്കാരും കൂടിയുള്ള സമ്മേളനമാണ്. അതിന് നമുക്ക് പങ്കെടുക്കാം. ഞാനും ലക്ഷ്മിയെടുത്തി പിന്നെ ഇച്ചിപ്പ തന്നെ പോകേണ്ട വീരാണ്. എമ്മക്ക് കഴിഞ്ഞിട്ടല്ലേ നമുക്ക് മനുഷ്യനാകണം ഉയർച്ചതാചകൾക്കതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ചതാചകൾക്കതീതമായ സ്നേഹമേ നിനക്ക് ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം. നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം.